ഹലോ ഗൈസ്, പൊതുവേ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും നല്ല ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതിലിപ്പോൾ അങ്ങനെ പറ്റത്തില്ല. കാരണം ഞാനൊരു സ്റ്റോറി കണ്ടു. ആ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. പ്രത്യേകിച്ച് ആ സ്റ്റോറിയിൽ പറഞ്ഞിരുന്ന ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയി. അതായത് എൻ്റെ മനസ്സിലേക്ക് കുറെ ഇരുട്ട് വന്ന് നിറഞ്ഞ ഒരു അവസ്ഥയായി. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ നാളെ ഇനി എന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം ഞാൻ ഇത് കേട്ടിട്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ഇന്ന് കിടന്ന ഉറക്കം വരത്തില്ല. ഈ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ ആരെയും സപ്പോർട്ട് നിന്ന് സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ഇട്ടിരിക്കുന്ന കമന്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ബോധമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ 170 പേരോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് അടുത്ത അത്ഭുതമായത്. എന്ത് കണ്ടിട്ടാണ് ഇത്രയും പേര് ആ കമന്റിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത്രയ്ക്ക് ചീപ്പായിട്ടുള്ള കാര്യം ഇത്ര ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കാണിച്ച ആ മനസ്സ് കാണുമ്പോൾ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ ധൈര്യം ഉണ്ടാവും എന്നൊന്നും ആലോചിക്കണം. അതിന് ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. ഇനി ഞാൻ ഓവർ തിങ്ക് ചെയ്ത് കണ്ടുപിടിച്ചൊരു കാര്യം പെൺകുട്ടികളോടായിട്ട് പറഞ്ഞാൽ, ഇത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ, ഇത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ കാലങ്ങളായിട്ട് നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ സിറ്റുവേഷൻ നമ്മളെ പോലുള്ള ഒരു സാധാരണ പെൺകുട്ടികൾക്ക് വന്നാൽ, അതും ഏതൊരു പെൺകുട്ടി ഏതൊരു സമയത്ത് ഏത് വിധത്തിലുള്ള ഡ്രസ്സ് ധരിച്ചെന്ന് പറഞ്ഞാലും ചില വൃത്തികെട്ടവന്മാരുടെ വൃത്തികെട്ട പൗരുഷം ഏതൊരു സാഹചര്യത്തിലും ഉണരും. ആ സമയത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു സൂപ്പർ ഹീറോസും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സെൽഫ് ഡിഫൻസ് മെത്തേഡെങ്കിലും പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഈ ദൂരത്തോട്ടൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ. ബിക്കോസ് അവർ സൊസൈറ്റി ഈസ് എ